പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ പരിപാവനമായ റമളാൻ, ആ റമളാനിൻ്റെ സുന്ദരമായ ഒരു പകലിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു 7 വിഭാഗം ആളുകൾക്ക് 2025 നോമ്പ് നിർബന്ധം ഇല്ല. അങ്ങനെ 7 വിഭാഗം ആളുകൾക്ക് ഈ വർഷത്തെ നോമ്പ് നിർബന്ധമില്ല. പക്ഷേ ആ നോമ്പ് നിർബന്ധമില്ലാത്ത 7 വിഭാഗം ആളുകളിൽ ചില ആളുകൾ നോമ്പ് ഖളാ വീട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ ആരൊക്കെയാണ് ആ വിഭാഗം? ആരൊക്കെയാണ് നോമ്പ് ഖളാ വീട്ടേണ്ടത്? പിന്നെ ഈ മുദ്ദ് അരി കൊടുക്കണം എന്നൊക്കെ പറയല്ലോ, മുദ്ദരി കൊടുക്കണം, എന്താണ് ഉസ്താദി മുദ്ദരി കൊടുക്കുക? അതുമായി ബന്ധപ്പെട്ട ഒരുപാട് മസലകളൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾക്കറിയില്ല. അങ്ങനെ ചോദിച്ചവരുണ്ട്. അവർക്കൊക്കെ വിശദമായിട്ടുള്ള മറുപടികൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. പല ആളുകളും റമളാനിന് മുമ്പ് നല്ല ഹെൽത്തി ആയിരിക്കും. റമളാനിലെ 30 നോമ്പും പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഷവ്വാലിൽ പലരും ഹോസ്പിറ്റലിലാണ്. എന്താ കാരണം? ഷുഗർ കൂടുതൽ, പ്രഷർ കൂടുതൽ, കൊളസ്ട്രോൾ കൂടുതൽ, യൂറിക് ആസിഡ് കൂടി, അതുപോലെ തന്നെ ഭയങ്കര വയറിന് പ്രശ്നം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പലരും ഹോസ്പിറ്റലുകളിലേക്ക് പോവുകയാണ്. എന്തുകൊണ്ട്? റമളാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യം കൂട്ടേണ്ട സമയമാണ്. പക്ഷെ പലർക്കും ആരോഗ്യം കുറയുകയാണ്. കാരണം നമ്മുടെ ഭക്ഷണക്രമം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. അതോടൊപ്പം തന്നെ ഇന്ന് പലരും പറയുന്നുണ്ട്, ഉസ്താദെ ഞങ്ങൾക്ക് റമളാൻ നോമ്പ് പിടിക്കാൻ പറ്റില്ല, ഭയങ്കര തലവേദനയാണ്. റമളാനിൻ്റെ പകലിൽ തലവേദന വരുന്നു, അത് ഭയങ്കര ക്ഷീണം വരുന്നു, മാനസികമായ പ്രയാസം വരും. അതൊക്കെ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? റമളാനിൻ്റെ നോമ്പ് കൊണ്ട് എങ്ങനെ നമുക്ക് ആരോഗ്യവാനായി മാറാം? റമളാനിൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏതൊക്കെ ഭക്ഷണം നമ്മൾ ഉൾപ്പെടുത്തണം, ഏതൊക്കെ ഭക്ഷണം നമ്മൾ ഒഴിവാക്കണം, വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നതോടൊപ്പം തന്നെ റമളാനിൽ നമ്മൾ ഒരുപാട് ദിക്റുകൾ പറയാറുണ്ട്. ഇന്ന് റഹ്മത്തിൻ്റെ 10 റഹ്മത്തിന് നമ്മൾ ചോദിക്കുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ മഹത്തുക്കൾ പഠിപ്പിക്കുന്ന ഒരു അല്ലാഹുവിൻ്റെ ഇസ്മുകൾ ചേർത്തിട്ടുള്ള ഒരു ദുആയുണ്ട്. ഈ ദുആ പറഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളാണ്. ഏതാണ് ആ ഇസ്മുകൾ ചേർത്തിട്ടുള്ള ഒരു ദുആ? അതും ഇൻഷാ അല്ലാഹ് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ കേൾക്കുന്നതോടൊപ്പം തന്നെ നമുക്കത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പോൾ വീഡിയോയിലേക്ക് കടന്നാലോ? മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകരുതേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ചവൻ നമ്മൾ റമളാനിൽ പിടിക്കുന്ന നോമ്പുകൾ, അതുപോലെ തറാവീഹ് നമസ്കാരങ്ങൾ, മറ്റ് സൽക്കർമ്മങ്ങളെല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് റബ്ബ് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമളാനിൻ്റെ സുന്ദരമായ രാവുകളാണ്. റഹ്മത്തിൻ്റെ 10 അൽഹംദുലില്ലാ. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ എന്ന പുണ്യമായ ആ ഒരു ദുആ നമ്മൾ ഒരുപാട് വട്ടം പറയണം. അല്ലാഹുവിൻ്റെ റഹ്മത്ത്, കരുണയാണ് നമുക്ക് ഒരുപാട് വേണ്ടത്. അതുപോലെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. ആ പുണ്യമായ ആ ഒരു ദിക്ർ അത് മറന്നു പോകാൻ പാടില്ല. റമളാനിൽ എല്ലാ സമയത്തും അധികരിപ്പിക്കേണ്ട ആ ഒരു ദിക്ർ. പിന്നെ നമ്മുടെ സുന്നത്തായ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഒരു ചെറിയ സുന്നത്ത് ചെയ്താൽ തന്നെ ഒരുപാട് പ്രതിഫലമാണ്. അതുപോലെ തന്നെ ദിക്ർ ഔറാദുകൾ, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ഒക്കെ പറയൂലേ, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. പിന്നെ രാത്രി നിസ്കാരം, തറാവീഹ് നമസ്കാരം, വിത്ർ നിസ്കാരം, പിന്നെ അത്താഴത്തിൻ്റെ കാര്യം, അതൊക്കെ നമ്മൾ പലപ്പോഴായി ചെറുതായിട്ടും വലുതായിട്ടും ഒക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ കാര്യങ്ങളും റമളാനിൻ്റെ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അത് മുഴുവനും ശ്രദ്ധിച്ച് നമുക്കെല്ലാവർക്കും അല്ലാഹു തആല റമളാൻ അനുകൂലമായ സാക്ഷിയാക്കി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ വർഷത്തെ നോമ്പ് 7 വിഭാഗം ആളുകൾക്ക് പിടിക്കൽ നിർബന്ധം ഇല്ല. എങ്ങനെ? റമളാനിലെ ഈ വർഷത്തെ നോമ്പ് 7 വിഭാഗം ആളുകൾക്ക് പിടിക്കൽ നിർബന്ധം ഇല്ല. അതേതൊക്കെയാ ഉസ്താദേ? ഒന്നാമതായി, ഹലാലായ നിർബന്ധമായ യാത്ര പോകുന്ന ആൾ. ഒരാൾ ഉംറക്ക് പോകുന്നു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി സംബന്ധമായ അയാൾക്ക് പോയേ തീരൂ, ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അത് പോയേ തീരൂ. അയാൾക്ക് നോമ്പുകാരനായിട്ട് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അയാൾക്ക് നോമ്പ് അവിടെ നിർബന്ധമില്ല. ഇത് വിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞതാണ്. രോഗികളായ ആളുകൾ, യാത്രക്കാർ, അവർക്ക് നോമ്പ് നിർബന്ധമില്ല എന്ന് വിചാരിച്ച് അവർ പരസ്യമായി ഭക്ഷണം കഴിക്കാനും അങ്ങനെയല്ല. അവർക്ക് ഭക്ഷണം കഴിക്കാം. എങ്ങനെ? രഹസ്യമായിട്ട് വേണം ഭക്ഷണം കഴിക്കേണ്ടത്. കാരണം നോമ്പില്ലല്ലോ. പിന്നെ നോമ്പുകാരെ പോലെ കഴിയണമെന്നാണ്.
പിന്നെ ഭക്ഷണം വെള്ളം കുടിക്കുകയാണെങ്കിൽ അത് രഹസ്യമാക്കണം, മറ്റുള്ളവർ കാണുന്ന രൂപത്തിലോ പരസ്യമായിട്ടോ ചെയ്യാൻ പാടില്ല. ആ കാര്യം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഈ നോമ്പുകാരന് ഇപ്പോൾ റമദാനിൽ ഒരാൾക്കൊരു യാത്രയുണ്ട്, ഇപ്പോൾ റമദാനിൽ ട്രിപ്പ് പോകുന്നു, ഹിമാലയത്തിലേക്ക് ഒരു ട്രിപ്പ് പോകുന്നു, അവിടെ ഒന്നും അത് പറ്റൂല കേട്ടോ. കാരണം നമുക്ക് ഒരു ലക്ഷ്യം വേണം. ഇതെന്താണ് ലക്ഷ്യമുണ്ടെന്ന്? ടൂർ പോകുന്നു, ട്രിപ്പ് പോകുന്നു, അതിൻ്റെ പേര് പറഞ്ഞിട്ട് നമുക്ക് റമദാനിലെ നോമ്പ് കളയാൻ പറ്റൂല. ഇത് നമുക്കൊരു എന്താ പറയുക അത്യാവശ്യമുണ്ട്, അത്യാവശ്യ ഘട്ടമാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ റമദാനിൽ ആർക്കും നോമ്പ് പിടിക്കേണ്ട, എല്ലാവരോടും ടൂർ പോയി, റമദാനായി എല്ലാവരും ടൂർ പോയി, അപ്പോൾ നോമ്പ് വേണ്ട, അങ്ങനെയല്ല പറഞ്ഞത്. ഹലാലായ നല്ലൊരു ലക്ഷ്യമുള്ള യാത്രയായിരിക്കണം, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ യാത്രക്കാരന് നോമ്പ് നിർബന്ധമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ നോമ്പ് എന്ത് ചെയ്യണം? റമദാനിന് ശേഷം ഒരു മാസം താമസിയാതെ തന്നെ ഇയാൾ എന്ത് ചെയ്യണം? എത്രയാണോ നോമ്പ് പിടിക്കാത്തത് ആ നോമ്പ് വേഗത്തിൽ തന്നെ ഖളാ വീട്ടുകയും വേണം. അത് നിർബന്ധമാണ് കേട്ടോ, ഖളാ വീട്ടണം നിർബന്ധമാണ്. ഇതാണ് ഒന്നാമത്തെ ആള്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ നിത്യരോഗിയാണ്, എപ്പോഴും അസുഖമാണ്, എപ്പോഴും അസുഖം. അതായത് മരുന്ന് എപ്പോഴും കഴിക്കുന്നുണ്ട്, നോമ്പ് പിടിക്കാൻ പറ്റൂല. നോമ്പ് പിടിക്കുക എന്ന് പറഞ്ഞാൽ മരുന്ന് കഴിക്കാതിരുന്നാൽ ശരീരം ക്ഷീണിച്ച് ചിലപ്പോൾ മരണത്തിലേക്ക് വരെ പോവാം. അല്ലെങ്കിൽ എന്താണ് ഭയങ്കര ക്ഷീണമാണ്, എപ്പോഴും രോഗമാണ്, പല അസുഖങ്ങളാണ്, അയാൾക്ക് നോമ്പ് പിടിക്കാൻ പറ്റൂല. ആയിക്കോട്ടെ, കുഴപ്പമില്ല, അയാൾക്ക് റമദാനിന് നോമ്പ് പിടിക്കേണ്ട, രോഗിയാണല്ലോ. പിന്നെ ഇയാൾ എന്ത് ചെയ്യണം? ചിലപ്പോൾ ഇനി രോഗങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇയാൾ ആ എത്രയാണോ നോമ്പ് പിടിക്കാൻ പറ്റാതിരുന്നത് ആ നോമ്പ് ഖളാ വീട്ടണം. ചില ആൾക്കാരുണ്ടാകും അവർക്ക് നോമ്പ് ഖളാ വീട്ടാനും പറ്റൂല, നോമ്പ് ഖളാ വീട്ടാനും പറ്റൂല. അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യണം? എത്രയാണോ നോമ്പ് പിടിക്കാൻ പറ്റാതിരുന്നത്, ചിലപ്പോൾ ഇനി റമദാൻ മൊത്തം നോമ്പ് പിടിക്കാൻ പറ്റാതിരുന്ന് കാണും. അങ്ങനെയാണെങ്കിൽ എത്രയാണോ നോമ്പ് പിടിക്കാൻ പറ്റാതിരുന്നത് അതിനനുസരിച്ച് ഒരു നോമ്പിന് 650 ഗ്രാം ഏകദേശം അരി അത് മുദ്ദായിട്ട് പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു 30 നോമ്പ് പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഏകദേശം ഒരു 18 അല്ലെങ്കിൽ 19, 20 കിലോ കൂട്ടാം. 20 കിലോ അരി എന്ത് ചെയ്യുക? പാവപ്പെട്ടവർക്ക് ഒന്നിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ 10 കിലോ ആയിട്ട് കൊടുക്കാം, 5 കിലോ ആയിട്ട് കൊടുക്കാം. പാവപ്പെട്ട ആളുകൾക്ക് മുദ്ദാണ്, ഇതെൻ്റെ നോമ്പിൻ്റെ മുദ്ദാണ്, അല്ലെങ്കിൽ എനിക്ക് നോമ്പ് പിടിക്കാൻ പറ്റിയില്ല അതിൻ്റെ മുദ്ദാണ്, അല്ലെങ്കിൽ അതെൻ്റെ വാപ്പ നോമ്പ് പിടിക്കാൻ പറ്റിയില്ല അതിൻ്റെ മുദ്ദ് അരിയാണെന്ന് പറഞ്ഞ് കൊടുക്കുക. അതാണ് രണ്ടാമത്തെ ആൾ. മൂന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ ഭ്രാന്തന്മാരാണ്, ഭ്രാന്ത് ഉള്ള ആളുകൾ, അല്ലെ, ബുദ്ധി മറഞ്ഞു പോയ ആളുകൾ, നമ്മൾ ഈ മന്ദബുദ്ധികൾ എന്നൊക്കെ പറയും. അവർക്ക് നിർബന്ധമില്ല, അവർക്ക് തക്ലീഫില്ലല്ലോ, അവർക്ക് നിർബന്ധമില്ല, അവർക്ക് പിന്നെ ഖളാ വീട്ടേണ്ട കാര്യവും വരുന്നില്ല. പിന്നെ നാലാമത്തെന്ന് പറഞ്ഞാൽ ഹൈലുകാരി, നിഫാസുകാരി, അല്ലെ, ഹൈല് ആയ ഉമ്മമാർ, അതുപോലെ നിഫാസുകാരായ സഹോദരിമാരുണ്ടാകും, അവർക്കും റമദാനിലെ നോമ്പ് നിർബന്ധമില്ല. പിന്നീട് അവർ എന്ത് ചെയ്യണം? ഖളാ വീട്ടൽ, എത്രയാണോ നോമ്പ് നഷ്ടപ്പെട്ടു പോയത് അത് ഖളാ വീട്ടൽ നിർബന്ധമാണ് കേട്ടോ. പിന്നെ മറ്റൊരു വിഭാഗം അഞ്ചാമത്തെന്ന് പറഞ്ഞാൽ ഗർഭിണികളായ ആളുകൾ, അല്ലെങ്കിൽ മുലയൂട്ടുന്ന ആളുകൾ. അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഗർഭിണികളായ സഹോദരിമാർ അല്ലെങ്കിൽ മുലയൂട്ടുന്ന സഹോദരിമാർ, ഇവർ നോമ്പ് പിടിക്കുന്നില്ല, റമദാനിൽ ഇവർ നോമ്പ് പിടിക്കുന്നില്ല. എന്ത് കാരണം കൊണ്ട്? ഞാൻ നോമ്പ് പിടിച്ചാൽ എൻ്റെ വയറ്റിലുള്ള കുട്ടിക്ക്, ഞാൻ നോമ്പ് പിടിച്ചാൽ ഞാൻ പാല് കൊടുക്കുന്ന കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകും. അങ്ങനെ കുട്ടിയുടെ പേരിലാണ് ഭയപ്പെട്ടത്. കുട്ടി കാരണം, കുട്ടിക്ക് എന്തെങ്കിലും, ഞാൻ നോമ്പ് പിടിച്ചാൽ കുട്ടിക്ക് എന്തെങ്കിലും പറ്റും എന്ന് വിചാരിച്ചാണ് അവർ നോമ്പ് പിടിക്കാതിരുന്നതെങ്കിൽ ഇവരെന്ത് ചെയ്യണം? നോമ്പ് ഖളാ വീട്ടണം. അതോടൊപ്പം തന്നെ എന്താണ്? ഒരു നോമ്പ് പിടിക്കാൻ പറ്റാത്തതിൻ്റെ മുദ്ദ് അരി കൊടുക്കുകയും വേണം. ഇനി ഒരു ഗർഭിണിയായ സഹോദരി, അവർ നോമ്പ് പിടിക്കുന്നില്ല. കാരണം എന്താണ്? ഞാൻ നോമ്പ് പിടിച്ചാൽ എൻ്റെ ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നം, കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, എൻ്റെ ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും, അങ്ങനെ കരുതിയാണ് അവർ നോമ്പ് പിടിക്കാതിരുന്നതെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? റമദാനിന് ശേഷം ആരോഗ്യമൊക്കെ വരുമ്പോൾ അവർക്ക് എത്രയാണോ നോമ്പ് ഖളാ ആയിപ്പോയത് ആ ഖളാ വീട്ടിയാൽ മതി, മുദ്ദിൻ്റെ അരി കൊടുക്കേണ്ടതില്ല. അപ്പോൾ കുട്ടിയുടെ പേരിലാണ് ഭയപ്പെട്ടതെങ്കിൽ അവിടെ ഖളാ വീട്ടണം, മുദ്ദരി കൊടുക്കണം. അത് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം. പിന്നെ അടുത്ത വിഭാഗം എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളാണ്, അല്ലെ, പ്രായപൂർത്തിയാകുന്നതിന് മുമ്പുള്ള കുട്ടികൾ, അവർക്കും നോമ്പ് നിർബന്ധമില്ല. പക്ഷേ എന്നാലും നമ്മൾ എന്ത് ചെയ്യുക? പരമാവധി പിടിപ്പിക്കുക, അത്താഴത്തിന് എഴുന്നേൽപ്പിക്കുക, ഭക്ഷണം കഴിപ്പിക്കുക, എന്നിട്ട് എന്താണ് പരമാവധി ഒരു പോകുന്നത്രയും പോട്ടെ, കൂടുതൽ നിർബന്ധിക്കേണ്ട ചെറിയ മക്കളാണ്. അപ്പോൾ നമുക്ക് അവർക്ക് ഇങ്ങനെ തീരെ പറ്റില്ല, എനിക്ക് വിശക്കണം എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വെള്ളം കൊടുക്കാം. അങ്ങനെ നിർബന്ധിക്കാൻ വേണ്ട, കാരണം അവർക്ക് പ്രായപൂർത്തിയായിട്ടില്ല. അപ്പോൾ അതിന് മുമ്പുള്ള ചെറിയ കുട്ടികൾക്ക് നിർബന്ധമില്ല. പിന്നെ മറ്റൊരു വിഭാഗം ആളുകളാണ് അമുസ്ലിമീങ്ങളായ ആൾ, അവർക്കും നോമ്പ് നിർബന്ധമില്ല. അവർക്ക് പിന്നെ നോമ്പ് നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ആ നിയമങ്ങൾ അവർക്ക് ബാധകമല്ലല്ലോ, അതുകൊണ്ട് അവർക്കും വേണ്ട. അപ്പോൾ ഈ 7 വിഭാഗം ആളുകൾക്ക് ഈ റമദാനിലെ നോമ്പ് നിർബന്ധമില്ല എന്ന് നമ്മൾ പറഞ്ഞു. ചില ആളുകൾക്ക് നോമ്പ് ഖളാ വീട്ടണം. എങ്ങനെയാണ് ഖളാ വീട്ടേണ്ടത്? ചില ആളുകൾക്ക് മാത്രം മുദ്ദ് കൊടുക്കണം. അതൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ടത് പരിശുദ്ധമായ റമദാനിൻ്റെ നോമ്പാണ്, അല്ലേ. ഈ നോമ്പിൽ നിസ്കാരമില്ലാത്ത ഉമ്മമാർ, അല്ലെ, സഹോദരിമാരുണ്ടാകും. അവരെ പരിഗണിച്ചുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പറയുകയാണ്, അതായത് നിങ്ങൾക്ക് നോമ്പില്ല, അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് നോമ്പ് ഇപ്പം നിർബന്ധമില്ല, നോമ്പ് പിടിക്കാൻ പാടില്ല, അത് പിന്നീട് ഖളാ വീട്ടിയാൽ മതി. അപ്പോൾ ഈ സമയത്ത് നമ്മളുടെ ഭക്ഷണക്രമം എങ്ങനെയാവണം?
നിങ്ങൾ എന്ത് ചെയ്യണം? പരസ്യമായിട്ട് ഒരിക്കലും ഭക്ഷണം കഴിക്കാൻ പാടില്ല. എന്താ ചെയ്യേണ്ടത്? രഹസ്യമാക്കണം. ഞാൻ മുമ്പ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വീട്ടിൽ ചെറിയ മക്കളുണ്ടാകും, ചിലപ്പോൾ 5 വയസ്സ് 6 വയസ്സ് 7 വയസ്സുള്ള കുട്ടികളാണ്. അവരെന്നൊക്കെ പറഞ്ഞാൽ വീട്ടിൽ എന്ത് നടക്കുന്നു അത് അപ്പുറത്ത് പോയി പറയുന്ന ഒരു സ്വഭാവമുള്ളവരായിരിക്കും. അപ്പോൾ നമ്മൾ അവരുടെ മുന്നിൽ വെച്ചൊക്കെയാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, നമ്മളും കഴിക്കുന്നു. അപ്പോൾ അപ്പുറത്ത് പോയിട്ട് പറയും, ദേ എനിക്ക് ഉമ്മച്ച് ചോറ് വാരുത്തുന്നു, ഉമ്മയും തിന്നു ഞാനും തിന്നു, അങ്ങനെയൊക്കെ പറയും. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മക്കൾ പോലും കാണാതെ രഹസ്യമായിട്ടാവണം ഭക്ഷണം കഴിക്കുവാണെങ്കിൽ കഴിക്കേണ്ടത്. പിന്നെ പുറത്ത് നമ്മൾ എന്ത് ചെയ്യുക? നോമ്പുകാരെ പോലെ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പരസ്യമായിട്ടൊന്നും വീടിൻ്റെ വെളിയിലൊക്കെ ഇരുന്നിട്ട് അല്ലെങ്കിൽ കടയിൽ പോയിരുന്നിട്ടൊന്നും ഭക്ഷണം കഴിക്കാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ജൂതനായ മനുഷ്യൻ അയാൾ തൻ്റെ കുട്ടിയുമായിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ കുട്ടിയായിട്ട് പോയി ഒരു കടയിൽ ചെന്നപ്പോൾ കുട്ടിക്ക് എന്തോ ഒരു മധുരം വാങ്ങിച്ചു കൊടുത്തു. കുട്ടി എന്ത് ചെയ്തു? അപ്പം തന്നെ അത് പൊളിച്ചിട്ട് പരസ്യമായിട്ട് റോട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ കഴിക്കുവാൻ. അപ്പോൾ ഉടൻ തന്നെ ഈ ജൂതനായ സഹോദരൻ എന്ത് ചെയ്തു? കുട്ടിയിൽ നിന്നും മിഠായി വാങ്ങിച്ചു. എന്നിട്ട് പറഞ്ഞു, മോനെ ഇങ്ങനെ കഴിക്കരുത്. അപ്പം എന്ത് പറഞ്ഞു? എന്താ ഞാൻ കഴിച്ചാൽ? മോനെ ഇത് മുസ്ലിമീങ്ങളുടെ റമദാൻ മാസമാണ്, അവർക്ക് നോമ്പാണ്, അതുകൊണ്ട് നമ്മളിങ്ങനെ പരസ്യമായി കഴിക്കാൻ പാടില്ല, അവർക്ക് നോമ്പല്ല എന്ന് പറഞ്ഞ ആ ഒരൊറ്റ വാക്ക് കാരണത്താൽ ഇദ്ദേഹത്തിന് പിന്നീട് അല്ലാഹു തആല ഹിദായത്ത് കൊടുത്തു, ഇയാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന് പോലും നമുക്ക് ചരിത്രത്തിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധമായ നോമ്പിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. നോമ്പിൻ്റെ ആദാബുകൾ മര്യാദകളെല്ലാം നമ്മൾ പാലിക്കൽ നമ്മൾ ബാധ്യസ്ഥരാണ്. ഈ നോമ്പുമായി ബന്ധപ്പെട്ട് പലർക്കും ഒരുപാട് സംശയങ്ങളുണ്ടാകും. ഈ പല ഡോക്ടർമാരും ഇപ്പോൾ തന്നെ ഒരുപാട് ഡോക്ടർമാർ നമ്മുടെ ഈ പത്രത്തിലും അതല്ലാതെ യൂട്യൂബ് ചാനലിലൊക്കെ നോമ്പ് കാലത്ത്, വ്രതകാലത്ത്, ഉപവാസകാലത്ത് ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോകളൊക്കെ ഇറക്കുന്നുണ്ട്. അതിൽ ചില കാര്യങ്ങൾ ചില രോഗികൾ, ചില സഹോദരങ്ങൾ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട് ഡോക്ടർമാരോട്. അത് പെട്ടതാണ് ഈ വെള്ളം കുടിക്കാതെ നമ്മൾ ഈ 13 മണിക്കൂറൊക്കെ ആണല്ലോ ഇപ്പം പകരം നമ്മൾ നോമ്പ് പിടിക്കുന്നത്. വെള്ളം കുടിക്കാതെയൊക്കെ നമ്മളിങ്ങനെ നോമ്പ് പിടിച്ചാൽ നമുക്ക് ക്ഷീണമാവൂലേ, നമുക്കത് ബുദ്ധിമുട്ടാവൂലേ? അപ്പോൾ ഡോക്ടർമാർ പറയുന്ന മറുപടി എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം ഒരാൾക്ക് പരമാവധി കുറഞ്ഞത് ഒരു 2.5 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണമെന്നാണ്. 2.5 ലിറ്റർ വെള്ളമെങ്കിലും ഒരാൾ കുടിക്കണമെന്നാണ്. ഇപ്പോൾ ഈ കുപ്പി ഉണ്ടാകും, ഇത് ഏകദേശം 1 ലിറ്ററാണ്. ഏകദേശം 1 ലിറ്ററിൻ്റെ കുപ്പിയാണ്. ഇതിപ്പോൾ നമുക്ക് റമദാനിൻ്റെ പകലിൽ ഈ കുപ്പിയിൽ നമുക്ക് കുടിക്കാൻ പറ്റൂല, അല്ലേ? വെള്ളം കുടിക്കാൻ പറ്റൂല. കുപ്പിയിൽ എന്നാലും വെള്ളം കുടിക്കാൻ പറ്റൂല. പിന്നെ നമുക്ക് പറ്റുന്ന എപ്പോഴാണ്? നോമ്പ് തുറന്ന്, അല്ലേ? 7 മണിക്ക് നമ്മളൊരു 6:30 നോമ്പ് തുറന്നു, അല്ലെങ്കിൽ 6:45 നോമ്പ് തുറന്നു എന്ന് വിചാരിക്കാം. 6:45, 7:45, 8:45, 9:45, 10:45, 11:45, 12:45, 1:45, 2, 3, 4, 5 മണി, അല്ലെങ്കിൽ 5:15, 5:30, ആ ഒരു ടൈമുണ്ട്. ഇത്രയും സമയത്തിൻ്റെ ഇടയിൽ ഈ ഒരു കുപ്പി 1 ലിറ്ററാണ്. ഇതുപോലെ തന്നെ 1 ലിറ്റർ, പിന്നെ അതുപോലെ തന്നെ പകുതി, കുറഞ്ഞതൊരു 2 ലിറ്റർ വെള്ളമെങ്കിലും നമ്മുടെ ശരീരത്തിൽ ചെല്ലണം. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരും ഉപ്പമാരും പരമാവധി നമുക്ക് ചിലപ്പോൾ ദാഹിക്കുന്നില്ല എന്നൊക്കെ പറയും, അല്ലേ? ദാഹിക്കുന്നില്ല, അല്ലെങ്കിൽ എന്താണ്, ഞാൻ ജ്യൂസ് കുടിച്ചു, ചായ കുടിച്ചു. നമ്മൾ വെള്ളം കുടിക്കേണ്ട സമയത്ത് വെള്ളം തന്നെ കുടിക്കണം. നമ്മൾ ചായ ഒരുപാട് കുടിച്ചതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ആ വെള്ളം നടത്തുന്ന ധർമ്മം ചായ നടത്തൂല. അതുകൊണ്ട് വെള്ളം നല്ലതുപോലെ കുടിക്കണം. പ്രത്യേകിച്ച് നല്ല ചൂടുള്ള സമയമാണ്, നല്ല വെയിലാണ്, പുറത്തൊക്കെ ഇറങ്ങി നമ്മൾ ജോലി ചെയ്യുന്നവരാണ്. ഇനി അകത്തിരിക്കുന്നവരാണെങ്കിലും അല്ലാത്തവരായി ആരാണെങ്കിട്ടെ നല്ലതുപോലെ വെള്ളം കുടിക്കും. ഡോക്ടർമാർ പറയുന്നു 2 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ ഈ റമദാനിൻ്റെ രാത്രി നമ്മൾ കുടിച്ചു തീർക്കണം. പ്രത്യേകിച്ച് അത്താഴത്തിൻ്റെ സമയത്ത്, സുഹൂർ അത്താഴത്തിൻ്റെ സമയത്ത് നമ്മൾ എന്തായാലും 3 or 4 ഗ്ലാസ് വെള്ളം കുടിക്കണമെന്നാണ്. ചിലപ്പോൾ നമുക്ക് കുടിക്കാൻ തോന്നൂല, എന്നാലും കുടിക്കണം. ഇറക്കിറക്കം ഒരു പ്രാവശ്യം കുടിച്ചു, പിന്നെ അങ്ങോട്ട് മാറ്റി വെച്ചു, പിന്നെ അങ്ങനെ നമ്മൾ എന്താണ് പല തവണയായിട്ട് വെള്ളം കുടിക്കണം. അതുപോലെ തന്നെ ഈ തറാവീഹ് നമസ്കാരത്തിൻ്റെ ഇടയിൽ നമുക്ക് പള്ളിയിൽ പോവുകയാണെങ്കിൽ കുപ്പിയിൽ വെള്ളം കൊണ്ടുപോവുക, നിസ്കാരത്തിന് മുമ്പ് കുറച്ച് കുടിക്കുക, ശേഷം കുടിക്കുക, ഉറങ്ങുന്നതിന് മുമ്പ് കുടിക്കുക. അങ്ങനെ ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും ചുരുങ്ങി നമ്മൾ കുടിച്ചിരിക്കുക. പ്രത്യേകിച്ച് സ്ത്രീകൾ, അവർക്ക് ദാഹിക്കില്ല. ഞങ്ങൾ നാരങ്ങാവെള്ളം കുടിച്ചു. നാരങ്ങാവെള്ളമൊന്നും നമ്മുടെ വെള്ളം കുടിയിൽ പെടൂല. അതൊക്കെ കുടിച്ചു ഒരു ആശ്വാസത്തിന് വേണ്ടി, പക്ഷെ അത് വെള്ളം കുടിയിൽ പെടൂല. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഈ മരുന്നുകൾ ഉപയോഗിക്കാം. എങ്ങനെയാണ് മരുന്നുകൾ റമദാനിൻ്റെ പകലിൽ നമുക്ക് മരുന്ന് ഉപയോഗിക്കാമോ? അതായത് കണ്ണിൽ ഇറ്റിക്കുന്ന മരുന്ന് നമുക്ക് ഉപയോഗിക്കാം, കുഴപ്പമില്ല. കണ്ണിൽ എന്തെങ്കിലും അസുഖമുണ്ട്, അപ്പോൾ കണ്ണിൽ നമുക്ക് മരുന്നിറ്റിക്കാം. ചെവി എന്ന് പറഞ്ഞാൽ അത് തുറന്ന ദ്വാരമാണ്. ചെവിയിൽ മരുന്നിറ്റിച്ചാൽ നോമ്പ് മുറിയും. മൂക്കിലൂടെ മരുന്നിറ്റിച്ചാൽ മൂക്കിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ചെന്ന് അത് ഉള്ളിലേക്ക് കടക്കും, അപ്പോൾ അത് നോമ്പ് മുറിയും. അതുപോലെ തന്നെ വായ, അതുപോലെ തന്നെ ഗുഹയാവയവങ്ങൾ, അവിടെയൊക്കെ കൂടി എന്തെങ്കിലും ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ നോമ്പ് മുറിയും. കണ്ണിൽ നമുക്ക് മരുന്നിറ്റിച്ചാൽ നോമ്പ് മുറിയില്ല. അതുപോലെ തന്നെ പിന്നെന്താ, മൂക്കിൽ വിരലിട്ടാൽ നോമ്പ് മുറിയും. മൂക്കിൽ വിരലിട്ടാൽ നോമ്പൊന്നും മുറിയില്ല. പിന്നെ വായിൽ എന്ന് പറഞ്ഞാൽ ഈ തൊണ്ട കഴിഞ്ഞ് ഉള്ളിലേക്ക് എന്തെങ്കിലും ഒരു വസ്തു പോയാലാണ് നമുക്ക് നോമ്പ് മുറിയുക. അല്ലാതെ നമ്മളിപ്പോൾ വായിൽ വിരലിട്ടു അല്ലെങ്കിൽ ബ്രഷ് ഇട്ട് പല്ല് വെച്ചു നോമ്പ് മുറിയില്ല. ഉള്ളിലേക്ക് പോയാലാണ് നോമ്പ് മുറിയുക.
ഇപ്പോൾ ഒരാളുടെ കൈ ഇവിടെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് മരുന്നിടാം, ഓയിൽമെൻറ്റ് ഒക്കെ നമുക്ക് തേക്കാം. ഇനി മുറിവിച്ചിരി ആഴത്തിലാണ് എങ്കിൽ മരുന്നിടാമോ, എങ്കിലും കുഴപ്പമില്ല എന്നൊക്കെയാണ് മഹത്തുക്കൾ പറയുന്നത്. പിന്നെ മറ്റുള്ളവർ ചോദിച്ചത് ഈ നോമ്പിൻ്റെ പകൽ ഇഞ്ചക്ഷൻ എടുക്കാമോ. ഈ ഇഞ്ചക്ഷൻ മൊത്തത്തിൽ എടുക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണമെന്നാണ്. അതുപോലെ തന്നെ ഈ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ തന്നെ 2 രൂപത്തിലെടുക്കും. ഒന്ന് നമ്മുടെ മാംസത്തിലേക്ക്, നമ്മുടെ മസിലിലേക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്ന പരിപാടിയുണ്ട്. പിന്നെ ഭൂരിഭാഗം ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ നരമ്പ് എടുത്തിട്ട് നരമ്പിലേക്ക് കുത്തിവെക്കുന്നത്. നരമ്പെന്ന് പറഞ്ഞാൽ ജൗഫാണ്, ഉള്ളുപൊള്ളയായ വസ്തുവാണ്. അതുകൊണ്ട് നരമ്പിലേക്ക് കുത്തുന്ന എന്ത് പരിപാടിയും നമുക്ക് നോമ്പ് മുറിയുന്നതാണ്, അത് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ചോദിച്ചത് നോമ്പ് തുറയുടെ സമയത്ത് എന്തൊക്കെ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തണമെന്ന്. നോമ്പ് തുറയുടെ സമയത്ത് നമ്മളിപ്പോൾ ഏത് സ്ഥലത്ത് നിന്നാലും സമൂസയും കട്ട്ലേറ്റ്, ഉന്നക്ക അതൊക്കെ ഉണ്ടാകും. അതൊക്കെ കഴിക്കാൻ പാടില്ല, ഹറാമാണ് എന്നൊന്നും അല്ല പറയുന്നത്, കഴിക്കാം. പക്ഷെ ആദ്യം തന്നെ നോമ്പ് തുറക്കേണ്ടത് എന്തുകൊണ്ടാണ്? നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വെള്ളം കൊണ്ടാണ്, അതുപോലെ ഈത്തപ്പഴം കൊണ്ടാണ്, കാരക്ക കൊണ്ടാണ്, വെള്ളം കൊണ്ടാണ്. അത് കഴിഞ്ഞിട്ടേ ബാക്കി എന്ത് ഭക്ഷണവും കഴിക്കാൻ പാടുള്ളൂ. പിന്നെ നോമ്പ് കാലത്ത് ഉസ്താദ് ഞങ്ങൾക്ക് ഭയങ്കര തലവേദനയാണ്, എന്താണ് ചെയ്യേണ്ടത്? ഈ നോമ്പ് കാലത്ത് തലവേദന ഉണ്ടാവാനുള്ള കാരണം അമിതമായ പഞ്ചസാരയുടെ അല്ലെങ്കിൽ ഉപ്പിൻ്റെ ഉപയോഗം രാത്രി കൂടുന്നത് കൊണ്ടാണ്. രാത്രി നല്ലതുപോലെ നല്ല പുളിയുള്ള നാരങ്ങ വെള്ളമായിരിക്കും, നല്ല പുളി ഉണ്ടാവും നാരങ്ങയ്ക്ക്. അപ്പോൾ ആ പുളി മറയ്ക്കാൻ വേണ്ടി നമ്മളിങ്ങനെ പഞ്ചസാര ഇട്ടിട്ട് നമ്മളത് കുടിക്കുന്നു, വെള്ളം കുടിക്കുന്നു, ചായയാക്കി മധുരം കുടിക്കുന്നു, അതല്ലാത്ത സ്വീറ്റ്സുകൾ അതൊക്കെ കഴിക്കുന്നു. ഇതെല്ലാം രാത്രി നമുക്ക് ചെന്ന് അവസാനം പകലിൽ അതിൻ്റെയൊക്കെ എഫക്റ്റീവായി തലവേദന ഉണ്ടാവാൻ സാധ്യത. അതുകൊണ്ട് പഞ്ചസാരയുടെ ഉപയോഗം അതെപ്പോഴും പ്രത്യേകിച്ച് റമദാനിൽ കുറക്കുക. പിന്നെ ഫ്രൂട്ട്സിലൊക്കെ മധുരം ഉണ്ടല്ലോ, അത് ധാരാളമായി കഴിക്കാം. ഉപ്പിൻ്റെ ഉപയോഗം, ചിലപ്പോൾ ഈ ഉപ്പ് നോക്കാമോ മധുരം നോക്കാമോ എന്നൊക്കെ നമ്മൾ ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ റമദാനിൽ ഉപ്പ് നോക്കാം, അതായത് ഉപ്പ് നമുക്കിപ്പോൾ ഉള്ളിലേക്ക് ഇറക്കണമെന്നില്ല. ഇപ്പോൾ ഒരു വസ്തു, ഇപ്പോൾ ഇറച്ചിക്കറി എടുത്തു നമ്മുടെ കയ്യിലേക്ക് വെച്ചു, എന്നിട്ട് നാവിൻ്റെ തുമ്പിൽ വെക്കുമ്പോൾ തന്നെ നമുക്ക് ഉപ്പുണ്ടോയെന്ന് അറിയാൻ പറ്റും. ഒരു സാധാരണ അങ്ങനെയാണല്ലോ, ഉപ്പുണ്ടോയെന്ന് അറിയാൻ പറ്റും. അത് ഇറക്കാൻ പാടില്ല. നമ്മളെന്ത് ചെയ്തത്, തുപ്പിക്കളയുക, എന്നിട്ട് വായ കഴുകുക, അതാണ് ചെയ്യേണ്ടത്. അതായത് ഇറക്കിയാൽ അത് നോമ്പ് മുറിയും. അപ്പോൾ അതുപോലെ തന്നെ ഉറക്കത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കുക, നല്ലതുപോലെ ഉറങ്ങാൻ. രാത്രി നമുക്ക് ചിലപ്പോൾ നല്ല ഉറക്കം കിട്ടിക്കൊള്ളുന്നില്ല. പകലിൽ നമുക്ക് എന്ത് ചെയ്യാം, സമയം നോക്കിയിട്ട് എപ്പോഴാണോ പറ്റുന്നത്, അത് അസറിന് ശേഷം ഒന്നും ഉറങ്ങരുത്, സുബഹി കഴിഞ്ഞ ഉടൻ തന്നെ ഉറങ്ങരുത്. ഉദയത്തിന് ശേഷം ഒരല്പസമയം എപ്പോഴാണ് നമുക്ക് വിശ്രമിക്കേണ്ടത് അപ്പോൾ വിശ്രമിക്കാം. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ ധാരാളം വെള്ളം കുടിക്കുക. അപ്പോൾ ഈ റമദാനിൻ്റെ പകലിലുള്ള ആ തലവേദന നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഈ ഇൻഹേലർ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഡോക്ടർമാരോട് ചോദിക്കുന്നുണ്ട്. ഈ നോമ്പിൻ്റെ സമയത്ത് വിക്സ് ഇൻഹേലർ ഉണ്ട്. അത് ഈ ശ്വാസ തടസ്സമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ മൂക്കിലേക്ക് വായിലേക്കൊക്കെ വെക്കുന്ന ഒരു ഐറ്റമാണ്, ഒരു ചെറുത്. അത് ചിലപ്പോൾ ഗുളിക പൊടിച്ചിട്ട് നമുക്കത് മരുന്നായിട്ട് ഉപയോഗിക്കാം. ചില ആൾക്കാർ പൊടിയാൽ, അതാണെങ്കിൽ നോമ്പ് പറയും. ഉള്ളിലേക്ക് ചുമ ഗ്യാസാണ്, ഇങ്ങനെ അടിക്കുമ്പോൾ ഗ്യാസാണ് പോകുന്നതെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അത് ഡോക്ടർമാരോടൊക്കെ പലരും ചോദിക്കുന്നതാണ്. അതിന് കിതാബിലൊക്കെ വ്യക്തമായി മറുപടി അതിനകത്തുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ആരോഗ്യ സംബന്ധമായി നോമ്പിൻ്റെ പകലിൽ അതുപോലെ രാത്രിയിലൊക്കെ ശ്രദ്ധിക്കേണ്ടത്. ഡോക്ടർമാരോട് പലരും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അത് ഞാൻ എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും പറഞ്ഞു തന്നു മാത്രം. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്, പലരും നോമ്പ് കഴിഞ്ഞ് രോഗിയാവുകയാണ്. നോമ്പ് കഴിഞ്ഞ് ഷുഗർ കൂടുന്നു, പ്രഷർ കൂടുന്നു, കൊളസ്ട്രോൾ കൂടുന്നു, യൂറിക് ആസിഡ് കൂടുന്നു. എന്താ കാരണം? നോമ്പ് കാലത്ത് കഴിക്കുന്ന ഭക്ഷണക്രമം അത് തെറ്റിയത് കൊണ്ടാണ്. ഭക്ഷണക്രമം എന്ന് പറഞ്ഞാൽ അമിതമായി കഴിക്കുന്നു, അല്ലെ, പകരം വീട്ടി പലിശയടക്കം കഴിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരിക്കലും ഉണ്ടാവരുത്. വൈകുന്നേര സമയത്തൊക്കെ ഒരു ആനേനെ പൊരിച്ച് തന്നാലും ഞാൻ തിന്നു എന്നൊക്കെ ചില കുട്ടികൾ പറയുന്നുണ്ട്. ആനേനെ കിട്ടിയാലും ഞാൻ തിന്നു, ഭയങ്കര വിശപ്പ്. എന്നിട്ട് നോമ്പ് തുറന്ന് ഒരു ഗ്ലാസ് വെള്ളം വെച്ച് ഈത്തപ്പഴം ഒരു സമൂസം കഴിക്കുമ്പോൾ തന്നെ വയറ് ഫുള്ളാവും. അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ഹെൽത്തി ഭക്ഷണമാകണം. ഇടയത്താഴം ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. എന്തെങ്കിലും ഒന്ന് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും ആ സമയത്ത് കുടിക്കണം, അതിൽ ബർക്കത്തുണ്ട്. പിന്നെ നോമ്പ് തുറയുടെ സമയത്ത് കരിച്ചത് പൊരിച്ചത് അത് ഇത് മട്ടൻ അതൊക്കെ എല്ലാം കൂടി അങ്ങോട്ട് വലിച്ചു വാരി തിന്നാൽ അത് ഭയങ്കര വയറിനും കേടാണ്. അതുപോലെ തന്നെ നമുക്ക് ഹെൽത്തിനും കേടാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിക്കണം, മിതമായിട്ട് കഴിക്കുക. അത് എന്നോട് ആദ്യം ഞാൻ പറയുന്നു, നമ്മൾ ഓരോരുത്തരും ഉണർത്തുകയാണ്. റമദാൻ എന്ന് പറഞ്ഞാൽ പകൽ പട്ടിണി കിടന്ന് രാത്രി പകരം വീട്ടേണ്ട ഒരു മാസമല്ല. റമദാൻ മൊത്തത്തിൽ ഒരു ഉപവാസത്തിൻ്റെ മാസമാണ്. റമദാൻ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ആ 30 ദിവസം ഒരു ഉപവാസമായിരിക്കണം. എങ്ങനെ? ഭക്ഷണം കുറയ്ക്കേണ്ട മാസമാണ്. ഈ 11 മാസം കുറെ കഴിച്ചില്ലേ, അതൊക്കെ ഒന്ന് ഒഴുകി അങ്ങോട്ട് പോവേണ്ട മാസമാണ്. പിന്നെയോ പല ഉമ്മമാരും എന്ത് ചെയ്യും, ഇന്നിപ്പോൾ നോമ്പ് തുറയല്ലേ, ഒരുപാട് ആളുകൾ വരും എന്നൊക്കെ പറഞ്ഞ് ഭക്ഷണം ഒരുപാടുണ്ടാക്കും. അമിതമായി ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവസാനം എല്ലാവരും കഴിച്ച് മടുത്ത് അവസാനം വേസ്റ്റാക്കി കളയുന്നൊരവസ്ഥ ഒരിക്കലും റമദാനിൽ ഉണ്ടാവാൻ പാടില്ല, ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഈ റമദാനിൻ്റെ നോമ്പ് ഇത് വല്ലാത്തൊരു അത്ഭുതമാണ് കേട്ടോ. റമദാനിലെ നോമ്പ് വല്ലാത്ത അത്ഭുതമാണെന്ന് പറയാൻ
ഈ അടുത്ത് അമേരിക്കയിൽ ഒരു പഠനം നടന്നു. എൻ്റെ ഉമ്മമാർക്ക് ഞാൻ പറഞ്ഞുതരാം. അമേരിക്ക, അതായത് 3 ഘട്ടങ്ങളാണ്. റഹ്മത്തിൻ്റെ 10, മഗ്ഫിറത്തിൻ്റെ 10, പിന്നെ നരകമോചനത്തിൻ്റെ സ്വർഗ്ഗപ്രവേശം. 3 10 റമദാനിൽ ഈ നോമ്പ് ചികിത്സ, അതായത് ഏകദേശം ഒരു 55ഓളം ആളുകളിൽ അമേരിക്കയിൽ ഒരു ചികിത്സ നടക്കുന്നു. അതായത് മുസ്ലിമീങ്ങൾ എടുക്കുന്ന നോമ്പ്, പകൽ സമയത്തൊന്നും കഴിക്കാതെയുള്ള ആ ഒരു നോമ്പ്, ഫാസ്റ്റ് ട്രീറ്റിംഗ് ഇൻ USA എന്നാണ് അതിന് പറയുന്നത്. അതിൽ ആദ്യത്തെ 10, അതായത് പകൽ അവർ ഒന്നും കഴിക്കില്ല, രാത്രി മിതമായ ഭക്ഷണം കഴിക്കുന്നു. എന്നിട്ട് അവരുടെ ശരീരത്തിൽ ഇങ്ങനെ പരിശോധന നടത്തിയപ്പോൾ മനസ്സിലായത് ആദ്യത്തെ 10 ദിവസം കഴിഞ്ഞപ്പോൾ അത് ഇനിഷ്യൽ ഫേസ്, അതായത് പ്രാരംഭഘട്ടം എന്ന് പറഞ്ഞാൽ ഈ ആദ്യത്തെ 10 ദിവസം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. നമുക്ക് സാധാരണ നമ്മൾ വിയർക്കാറുണ്ട്, പക്ഷേ റമദാനിലെ വിയർപ്പെന്ന് പറയുമ്പോൾ ഒരല്പം ഒട്ടുന്ന വിയർപ്പാണ്. അധികം വിയർപ്പുണ്ടാകും, ഒട്ടുന്ന വിയർപ്പായിരിക്കും. പിന്നെ നമ്മുടെ നാവിലൊക്കെ ഒരു വെളുത്ത പാട് പോലെ കാണും, വായിൽ ചെറിയ ദുർഗന്ധമൊക്കെ ഉണ്ടാവും അല്ലേ. ഈ നോമ്പുകാരൻ്റെ വായിലെ ഗന്ധം അത് അള്ളാൻ്റെ അടുക്കൽ സുഗന്ധത്തേക്കാൾ ഗന്ധമുള്ളതാണ്, കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ് എന്നൊക്കെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലുണ്ട്. അതെന്താണ്? നമ്മുടെ വായിലുള്ള അഴുക്കുകൾ പുറത്തേക്ക് തള്ളുന്നതാണ്. ഈ നാവിൽ ഒരു വെളുത്ത പാടുണ്ടാകും. റമദാനിൽ നമ്മൾ പല്ല് തേക്കൽ കുറയ്ക്കരുത്. ചില ആൾക്കാർ അത്താഴത്തിന് കഴിഞ്ഞ് നല്ലപോലെ ബ്രഷ് ചെയ്യും, എന്നിട്ട് പിന്നെ സുബഹി കഴിഞ്ഞ് കിടന്നുറങ്ങും, ളുഹർ കഴിഞ്ഞ് ഉറങ്ങും, പിന്നെന്താണ് അവർ പല്ല് തേക്കൂല. അങ്ങനെയല്ല, നമ്മൾ എപ്പോൾ പല്ല് തേച്ചാലും ഒരു ളുഹറിന് മുമ്പുള്ള സമയത്ത് നമ്മൾ എന്തായാലും ഒന്ന് ബ്രഷ് ചെയ്യൽ നല്ലതാണ്. ളുഹറിന് ശേഷം കറാഹത്താണ്, ളുഹറിന് മുമ്പുള്ള സമയത്ത് ഒന്ന് ബ്രഷ് ചെയ്യൽ നല്ലതാണ്. ബ്രഷ് ചെയ്യൽ മാത്രമല്ല, നാക്കൊന്ന് വടിക്കലും നല്ലതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഈ നോമ്പ് പിടിച്ച് നമ്മുടെ ശരീരത്തിലുള്ള മോശം ബാക്ടീരിയകളും മോശപ്പെട്ട മൃതകോശങ്ങൾ അതൊക്കെ പുറത്തേക്ക് തള്ളുന്ന അവസ്ഥയാണ്. അതുപോലെ തന്നെ റമദാനിൻ്റെ 2ാമത്തെ 10 എന്ന് പറഞ്ഞാൽ പ്രോഗ്രസീവ് ഫേസാണ്, പുരോഗമന ഘട്ടമാണ്. ശരീരത്തിലുള്ള മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്ന പുരോഗമിക്കുന്ന ഒരു സമയമാണ്. അതായത് നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പുകൾ, കഫത്തിൻ്റെ ശല്യം, അനാവശ്യമായ മൃതകോശങ്ങൾ ഇതെല്ലാം ശരീരം പുറന്തള്ളുന്ന സമയമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? റമദാനിൽ വെറുതെ ഞങ്ങളുടെ നാട്ടിൽ പറയും ഒളാക്കിക്കുളി എന്ന് പറയും. അതായത് വെറുതെ വെള്ളം ഒഴിച്ച്, വെറുതെ സോപ്പ് തേച്ച് പിന്നെ വെള്ളം ഒഴിച്ച് പോരും. അതാണ് ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഒളാക്കിക്കുളി എന്ന് പറയും. അത് മറ്റു നാടുകളിൽ എന്ത് പറയുന്ന അറിയില്ല. അതായത് വെറുതെ ഒരു കാക്കക്കുളി എന്ന് പറയും. കാക്കക്കുളി വെറുതെ ഒന്ന് വെള്ളം ഒഴിച്ച് പോകും. അങ്ങനെയല്ല, റമദാനിലെ കുളി എന്ന് പറഞ്ഞാൽ നല്ല തേച്ചുരുമി കുളിക്കണം. കാരണം ശരീരത്തിൽ മൃതകോശങ്ങൾ, മോശപ്പെട്ട ബാക്ടീരിയ എല്ലാം ശരീരത്തിൻ്റെ ഈ ത്വക്കിൽ വന്ന് അടിയും. അപ്പോൾ അത് നമ്മൾ തേച്ചുരുമി കുളിച്ചാലാണ് അത് ശരിയാവുക. 3ാമത്തെ റിക്കവറീസ് ഫേസ് എന്നാണ്. ശരീരത്തിൽ അനാവശ്യമായ മുഴുവൻ അഴുക്കുകളും പോകും 3ാമത്തെ 10 ആകുമ്പോൾ. മാനസികമായ ഒരു ഉണർവ്, ടെൻഷൻ, വിഷാദമൊക്കെ മാറുന്ന ഘട്ടമാണ് റമദാനിൻ്റെ 3ാമത്തെ 10. ഞാനിത് പറഞ്ഞത് വിശുദ്ധമായ റമദാനിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളിലാണ് നമ്മളുള്ളത്. ഇനി മഗ്ഫിറത്ത് വരുന്നു, അതുപോലെ തന്നെ നരകമോചനത്തിൻ്റെ 10 വരുന്നു, അതുപോലെ സ്വർഗ്ഗപ്രവേശനത്തിൻ്റെ 10 വരുന്നു. അൽഹംദുലില്ലാ, ഈ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? നല്ലതുപോലെ ദുആരക്ക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ആ പുണ്യമായ ദുആ നമ്മൾ പറയാറുണ്ട്. അതോടൊപ്പം തന്നെ അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ, ആ ഒരു പുണ്യമായ ദിക്ർ. അതോടൊപ്പം തന്നെ ഒരു ഇസ്മ നമ്മൾ മറന്നു പോകരുത്. അല്ലാഹുവിൻ്റെ റഹ്മാനിയത്തും റഹീമിയത്തും എടുത്തെടുത്ത് ചോദിക്കുന്ന ഒരു ഇസ്മാണ്. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, ഇർഹംനാ യാ അല്ലാഹ്. അതൊരു ദുആയാണ്. മഹത്തുക്കൾ പറയുന്നൊരു വാചകമാണ്. ഈ റമദാനിൻ്റെ ആദ്യത്തെ 10 എന്തായാലും നമ്മൾ പറഞ്ഞിരിക്കണം. റമദാനിൻ്റെ ആദ്യത്തെ 10 അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ എന്ന ദുആ നമ്മൾ പറയാറുണ്ട്. അതോടൊപ്പം തന്നെ യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, ഇർഹംനാ യാ അല്ലാഹ്. അല്ലേ, വലിയൊരു തേട്ടമാണത്. റഹ്മാനായ റഹീമായ അല്ലാഹ്, ഇർഹംന, ഞങ്ങൾക്ക് നീ കരുണ ചെയ്യണേ. ഒന്ന് പറഞ്ഞേ, യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, ഇർഹംനാ യാ അല്ലാഹ്. ഒന്നുകൂടി, യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, ഇർഹംനാ യാ അല്ലാഹ്. ഇതൊരു ദുആയാണ്. അപ്പം ബാക്കി റമദാനിൻ്റെ ദിക്റുകളും ദുആകളൊക്കെ പറയുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ 2 ഇസ്മുകൾ ചേർത്തിട്ടുള്ള ഈ അത്ഭുതമായ ദുആയും നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് റമദാനാണ്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഇബാദത്തിൻ്റെ കാര്യം, നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യം, നാവിൻ്റെ കാര്യം ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. പിന്നെ മറ്റുള്ളവരുള്ള പെരുമാറ്റം, പിണക്കങ്ങളൊക്കെ മാറ്റി എല്ലാം റാഹത്താക്കുക. ഒരു നല്ലൊരു പുതിയൊരു ജീവിതം നമ്മൾ തുടങ്ങുകയാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ റമദാൻ നമുക്ക് അനുകൂലമാക്കി തരുമാറാവട്ടെ. എല്ലാ നന്മകളും, റമദാനിൽ എന്തെല്ലാം ശ്രേഷ്ഠതകളും മഹത്വങ്ങളും ഒരുപാട് പ്രതിഫലങ്ങളൊക്കെ ഉണ്ടോ അത് മുഴുവനും അല്ലാഹു തആല നമുക്ക് തരട്ടെ. റമദാനിലെ നോമ്പ് കൊണ്ട് അല്ലാഹു തആല പ്രധാനമായി ഉദ്ദേശിക്കുന്നത് തഖ്വയാണ്, സൂക്ഷ്മതയാണ്. അല്ലാഹു തഖ്വയുള്ളവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പരിശുദ്ധമായ റമദാനിൽ നമ്മൾ ചെയ്യുന്ന ഒരുപാട് ഇബാദത്തുകൾ എല്ലാം അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു ഖൈറായ ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ഒരുപാട് വിഷമത്തിലാണ്, സങ്കടത്തിലാണ്. അല്ലാഹുവേ, ആരെല്ലാം എന്തെല്ലാം വിഷമ പ്രയാസത്തിലാണോ, ഈ റമദാനിൻ്റെ ബറക്കത്തുകൊണ്ട് അവരുടെയും ഞങ്ങളുടെയും എല്ലാ വിഷമ സങ്കടങ്ങളും നീ മാറ്റിത്തരണേ അല്ലാ. ഹലാലായ നല്ല ഉപജീവന മാർഗം തരണേ അല്ലാ. ഞങ്ങൾക്ക് എല്ലാവിധ വിജയത്തിൻ്റെ കവാടങ്ങളും തുറന്നു തരണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ, നമ്മളെല്ലാവരും വുദു എടുക്കുന്നവരാണ്. ആ വുദു എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? വുദു എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വുദുവിൻ്റെ സുന്നത്തുകൾ, ഫർളുകൾ, ഷർത്തുകൾ, അദബുകൾ എല്ലാം A to Z കാര്യം മുഴുവനും പ്രാക്ടിക്കലായി കാണിക്കുന്ന ഒരു വീഡിയോ നമ്മൾ മുമ്പ് ഇറക്കിയിരുന്നു. ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഒരുപാട് ആളുകൾക്ക് വുദു എടുക്കുന്ന സമയത്ത് പല സംശയങ്ങളുണ്ട്. വുദു എടുക്കുന്ന സമയത്ത് എപ്പോഴാണ് നിയ്യത്ത് വെക്കേണ്ടത്? മുഖം കഴുകുമ്പോഴാണോ അതോ മുൻകൈ കഴുകുമ്പോഴാണോ? വുദുയിൽ തല തടകുന്ന സമയത്ത് മുഴുവനായും തല തടവേണ്ടതുണ്ടോ? മുടിയിൽ നിന്നും അല്പം തടവിയാൽ മതിയോ? ചെവി തടകുന്നത് അത് നിർബന്ധമാണോ? അതുപോലെ കാല് കഴുകുമ്പോൾ ഇടതുകാലാണ് ആദ്യം കഴുകിയത്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? 3 പ്രാവശ്യത്തേക്കാൾ കൂടുതൽ മുഖം കഴുകിയാൽ വുദു ബാത്തിലാകുമോ? ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ വുദുവിൻ്റെ നിയ്യത്തിലും അതല്ലാതെ അവയവങ്ങൾ കഴുകുമ്പോഴും ഒക്കെ ഒരുപാട് സംശയങ്ങൾ. എല്ലാ സംശയങ്ങളും, പ്രത്യേകിച്ച് ഔറത്ത് മറക്കാതെ വുദു എടുത്താൽ വുദു ശരിയാകുമോ? സ്ത്രീകൾ തല മറച്ചിട്ട് തന്നെ വുദു എടുക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾക്കുള്ള മറുപടി എല്ലാം പറഞ്ഞിട്ടുള്ള ഈ വീഡിയോ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇൻഷാ അല്ലാഹ് വുദു പ്രാക്ടിക്കലായി കാണുന്ന ആ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അപ്പോൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ, ആ വീഡിയോ കാണൂ.